പുതിയ വീട് പണിത് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ മെയിൻ സ്ലാബിൽ ഇങ്ങനെ അടർന്ന് ചാടുകയാണെങ്കിൽ എന്തായിരിക്കാം വീട് ഉടമയുടെ ഒരു മാനസികാവസ്ഥ അല്ലേ? അത്തരത്തിലൊരു 10 വർഷം മുൻപ് ഹൗസ് വാമിംഗ് കഴിഞ്ഞ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്താ മുറ്റത്ത് കട്ട വിരിക്കൽ മുതൽ പെയിന്റിങ്ങും ഇന്റീരിയർ വർക്കും സ്ലാബിന്റെ മുകളിൽ ഓട് വിരിച്ച് പെയിന്റ് അടിച്ച് ഗട്ടറുകൾ ഫിറ്റിംഗ് വരെ എല്ലാ വർക്കും കഴിഞ്ഞ ഒരു വീടാണിത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഹൗസിംഗ് ലോൺ അടയ്ക്കൽ പോലും തീർന്നിട്ടുണ്ടാവില്ല. അതിനു മുൻപ് വീടിന്റെ മേൽക്കൂര തന്നെ അടർന്നിങ്ങനെ ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടം വരില്ലേ? മുകളിൽ ഓട് വിരിക്കൽ ഉൾപ്പെടെ കഴിഞ്ഞൊരു വീടിന് മെയിൻ സ്ലാബ് അടർന്നു വീഴാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീടിന്റെ മുകളിൽ ഓട് വിരിച്ചിട്ടുണ്ടെന്ന്. ആ ഓട് വിരിച്ചത് തന്നെയാണ് ഈ മെയിൻ സ്ലാബ് ഇങ്ങനെ അടർന്നു വീഴാനുള്ള കാരണം. കാരണം ഞങ്ങൾ ഈ വീടിന്റെ മേൽക്കൂരയിൽ കയറിയിട്ടൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പല ഭാഗത്തും ഓടുകൾ പൊട്ടിയിട്ടുണ്ട്. മയിലുള്ളൊരു സ്ഥലമാണ്. ഒരു 10 കിലോ 8 കിലോ ഒക്കെ ഭാരമുള്ള മയിലുകൾ പാറി വന്നിരിക്കുമ്പോൾ ഓട് പൊട്ടും. അതുപോലെ തെങ്ങിൽ നിന്ന് മച്ചിങ്ങ വീണിട്ട് ഓട് പൊട്ടും. ചില കമ്പുകൾ വീണിട്ട് നമ്മുടെ നാടനോടല്ലേ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഓട് പൊട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ് ഈ ഓടുകളുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടുകൾ വികസിക്കും, അതുപോലെ ചുരുങ്ങുകയൊക്കെ ചെയ്യും ഈ ചൂട് രസം ഉണ്ടാകുന്നതിനനുസരിച്ച്. ആ സമയത്ത് നമ്മുടെ അതിൻ്റെ ബീഡിങ്ങിലൊക്കെ സിമൻറ്റ് പാക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ സിമൻറ്റ് ക്രാക്ക് വരികയും ആ ക്രാക്കിലൂടെ വെള്ളം താഴേക്ക് ലീക്ക് വരികയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഓട് പൊട്ടിയിട്ട് വെള്ളം താഴേക്ക് ലീക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓട് വിരിച്ചിരിക്കുന്നത് സിമൻറ്റ് ഉപയോഗിച്ച് തണ്ട് വലിച്ചിട്ട് അതിൽ ഓട് കൊളത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഓടിലൂടെ ഏതെങ്കിലും തരത്തിലൊരു തുള്ളി വെള്ളം ലീക്കായി കഴിഞ്ഞാൽ ഈ മെയിൻ സ്ലാബിലൂടെ ഈ വെള്ളം ഈസി ആയിട്ട് താഴേക്ക് വരില്ല. കാരണം ഈ പട്ടിക വലിച്ചിടത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുമല്ലോ. കെട്ടി നിൽക്കുന്ന വെള്ളം വെയിലെറിച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്ത് ബാഷ്പീകരിച്ച് മുകളിലേക്കിട്ട് പോകുകയില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കാലങ്ങളായി കെട്ടി നിൽക്കുന്ന വലിയ ക്വാണ്ടിറ്റി വെള്ളം മെയിൻ സ്ലാബിനെ ലീക്കായി കിനിഞ്ഞ് താഴേക്ക് വരും. മെയിൻ സ്ലാബിലൂടെ വെള്ളം കെട്ടി നിന്ന് കിനിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള കമ്പി ദ്രവിക്കുകയും കമ്പി തുരുമ്പ് പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് വികസിക്കുമല്ലോ. ആ വികസിച്ച് മെയിൻ സ്ലാബിന് വിള്ളലുണ്ടാക്കുകയും ഈ മെയിൻ സ്ലാബ് അടർന്ന് താഴേക്ക് വീഴുകയും ചെയ്യും. പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും നമ്മുടെ സ്ലോപ്പ് പ്രൂഫായിട്ടുള്ള സ്ലാബിന്റെ മുകളിൽ സിമെന്റ് കൊണ്ട് തണ്ട് വലിച്ച് ഓട് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്തിനാണ് സ്ലോപ്പ് പ്രൂഫുള്ള സ്ലാബിന്റെ മുകളിൽ ഓട് വിരിക്കുന്നത്? റൂമിനകത്ത് ചൂട് കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ലോപ്പ് പ്രൂഫുള്ള സ്ലാബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ഭംഗിക്കും വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ട്രസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇരുമ്പ് പൈപ്പുകൾ അത്ര വലിയ വെയിറ്റ് ഉള്ളതൊന്നും കൊടുക്കണം എന്നില്ല കേട്ടോ. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ സ്ലാബ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പിന്നെ ഈ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് റൂഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റീരിയറിനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്റ്റീരിയർ ഭംഗി വർദ്ധിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ മെയിൻ സ്ലാബും നമ്മുടെ റൂഫ് ചെയ്യുന്ന ഓടും തമ്മിൽ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു എയർ ഗ്യാപ്പ് നമ്മുടെ രണ്ട് റൂഫുകളുടെ തമ്മിൽ ഇടയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കഴിയും. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഈ ഓടെങ്ങാനും പൊട്ടി ചെറിയ ലീക്ക് വരികയാണെങ്കിൽ ആ വെള്ളം വളരെ സുഗമമായിട്ട് പുറത്തേക്ക് ഈ പട്ടികയുടെയും ഇരുമ്പിൻ്റെയും ഇടയിലൂടെ വെള്ളം പുറത്തേക്ക് പോരുകയും ചെയ്യും. അങ്ങനെ സ്ലാബിനെ കേടുവരുത്താതെ വെള്ളം പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. ഞങ്ങളുടെ ഉപജീവനമാർഗം ഇരുമ്പ് പണി ആയതുകൊണ്ട് ഇരുമ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല കേട്ടോ ഇത്. കാരണം ഞങ്ങൾക്ക് നിരന്തരം വരുന്ന വർക്കുകൾ സിമെൻറ്റ് കൊണ്ട് തണ്ട് വലിച്ച് നിർമ്മിച്ച വീടുകളെ റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന വീടുകളെങ്കിലും റീവർക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ ആണിത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.